എല്ലാവർക്കും നല്ല നമസ്കാരം. മരം ഒരു വരമാണ്. പക്ഷെ മരം പണി തരരുത്. പണ്ടൊരാളിങ്ങനെ പാട്ട് പാടിപ്പോയി, തെങ്ങ് ചതിച്ചിട്ടില്ല, തേങ്ങ ചതിച്ചില്ല, തേങ്ങ വീണാരും മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ വഴി തന്നെ പറഞ്ഞു, അതായത് എൻ്റെ അച്ഛനെ തേങ്ങ വീണ ആശുപത്രി കൊണ്ടുപോയിടാന്ന് പറയണ പോലെ ആയിപ്പോയി. ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയെന്നറിയോ? നമ്മുടെ യശശരീരനായ ആയുർവേദാചാര്യൻ തിരുമുൽപ്പാട് അവറുകളുടെ അദ്ദേഹമൊക്കെ തുടങ്ങി വെച്ച ആംബിക് ഫാർമസിയുടെ അതിൻ്റെ മുകളിൽ ടെറസിലാണ് നിൽക്കുന്നത്. ആംബിക് ഫാർമസിയുടെ മുകളിൽ ഇവിടെ ഏകദേശം ഒരു 10ഓളം തൊഴിലാളികൾ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. ആയുർവേദവുമായി ബന്ധപ്പെട്ട് ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ചൂർണം, ലേഹ്യം തുടങ്ങിയവയൊക്കെ നിർമ്മിക്കുന്ന സംഗതികളാണ്. ഇതിൻ്റെ മിഷനറീസൊക്കെ ഇരിക്കുന്ന ഭാഗമാണ് ഈ കണ്ട. അപ്പം എൻ്റെ ഈ പിറകിൽ നിൽക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പഞ്ഞിമരം. ഇത് വല്ലാത്ത ഭീഷണിയാണ്. ഞാനിത് പറയാൻ കാരണം, ഈ മഴക്കാലം തുടങ്ങിയ സമയത്ത് ഞാൻ ഈ പ്രകൃതി ക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ ചെയ്യാറുള്ള, ഞാൻ ചെല്ലണ സമയത്തൊക്കെ ഈ മരങ്ങൾ കടപുഴകി വീണെന്ന് പറഞ്ഞുള്ള സംഭവങ്ങളാണ്. മുഴുവനും തേക്ക് മരങ്ങളായിരുന്നു ഈ വർഷം ഉണ്ടായിരുന്നത്. ഇത് പലതും ഈ പറയുന്ന ഉടമസ്ഥരോട് പറഞ്ഞിട്ട് വെട്ടാൻ പറഞ്ഞിട്ട് അവരിങ്ങനെ വാശി പിടിച്ച് എന്നാൽ കാണണ്ട, എന്നാൽ ഞാൻ കാണണ്ട, നീ കണ്ട ശങ്കരൻ അഴി, എന്നാൽ പൗലോസ് അഴിയാന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കും. ഈ വാശി പിടിച്ച് നിന്ന് അവസാനം ഈ സാധനം മറിഞ്ഞു വീഴുന്നുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, ഗവൺമെൻറ്റിന് നഷ്ടം, സമയം എന്തോരം പോണ്, വൈദ്യുതി നഷ്ടം, ഇങ്ങനെ ഇത്യാദി സംഭവങ്ങൾ. ഇപ്പം എൻ്റെ ഈ പിറകിൽ നിൽക്കുന്ന ഈ മരം കണ്ട, ഇതൊരു പഞ്ഞിമരമാണ്. ഈ മരം സ്വാഭാവികമായിട്ട് അറിയാം, ഇങ്ങനെ ഒരു മരം വീണ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത്. ഇതേ ഈ പിറകിൽ കാണുന്ന ഈ മെഷീനറീസ് നിൽക്കുന്ന ഷീറ്റ് ഉൾപ്പെടെ ഇതേ ഈ കെട്ടിടങ്ങളുടെ പിടിക്കൊക്കെ ഇത് വീണ് പ്രശ്നമാവും. ഇനി ഇതിൻ്റെ തൊട്ട് പിറകിൽ ഒരു വീടും സംഗതികളുണ്ട്, അവർക്കും ഇത് ഭീഷണിയാണ്. ഞാൻ ചോദിക്കുന്നത്, തീർച്ചയായിട്ടും നമ്മളൊക്കെ മനുഷ്യരാണ്, എത്ര നാൾ നമ്മൾ ജീവിച്ചിരിക്കും? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ, ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഏതവനും പ്രായവ്യത്യാസമില്ലാതെ കുഴഞ്ഞു വീണു മരിച്ചു എന്നുള്ള വാർത്തയ്ക്കുള്ളിൽ ഒതുങ്ങുന്നൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എന്തിനാണ് ഈ വാശി പിടിച്ചിരിക്കുന്നത്? എന്തിനാണ് സംഭവം? ഈ പഞ്ഞിമരം ഇത് തീർച്ചയായിട്ടും ഈ ഫാർമസിയിലേക്ക് വീണ് ഇവിടുത്തെ തൊഴിലാളികൾക്ക് എന്തെങ്കിലും അപകടമോ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാകാം. അതുപോലെ ആകെ എല്ലാവർക്കും പൊല്ലാപ്പണെന്ന്, ഈ പറയുന്ന ഉടമസ്ഥനും പൊല്ലാപ്പ് തന്നെയാണ്. അപ്പോൾ മുനിസിപ്പാലിറ്റി ഈ വിഷയത്തിൽ ഇടപെടണം. ഇത് മുറിച്ചു മാറ്റാനായിട്ടുള്ളൊരു സംഗതിയിലേക്ക് മാറണം. കാരണം ഇനി ഓഗസ്റ്റ് മാസം കഴിഞ്ഞിട്ടില്ല, ഓഗസ്റ്റ് 15, 16 വരെ ഉള്ള ദിവസങ്ങളൊക്കെ ചാലക്കുടിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്തൊരു ആശങ്കയോടുകൂടി തന്നെ നോക്കി കാണേണ്ട സാഹചര്യങ്ങളുണ്ട്. മഴ ഏത് സമയം വരാം, കാറ്റ്, ഇപ്പോഴത്തേക്ക് കാറ്റെന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? പള്ളിയുടെ സൈഡിലിരുന്ന സ്കൂട്ടർ വരെ കറക്കിയെടുത്തിരുന്ന മിന്നൽ ചുഴലികൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന ജില്ലയാണ് നമ്മുടെ തൃശ്ശൂർ ജില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇതുപോലുള്ള മരങ്ങൾ നിങ്ങൾ വാശി കളഞ്ഞ് ഇത് മുറിച്ചു മാറ്റാനായിട്ടുള്ളൊരു ഇടപെടൽ നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാണ്. ഇതിൻ്റെ ഉടമസ്ഥരായാലും ചിന്തിക്കണം, നമ്മളൊക്കെ മനുഷ്യരാണ്. 200-150 വയസ്സ് വരെ ജീവിച്ചിരിക്കില്ല. ഇതാരും കെട്ടിപ്പിടിച്ചുകൊണ്ട് മുകളിലേക്ക് കൊണ്ടുപോകാനും പോകണില്ല. ഇപ്പം ഞാൻ എൻ്റെ സ്വന്തം അനുഭവം ഞാൻ ഒരുപാട് പങ്കുവെച്ചാന്ന്. ഈ പറഞ്ഞ പോലെ നമ്മൾ വാശി പിടിച്ച് നിൽക്കും, വെട്ടണ്ടെന്ന്. പക്ഷെ മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ പണിയാണ്. ഈ വിഷയത്തിൽ എന്തായാലും നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഇടപെടണം. കാരണം ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊരു ഭീഷണിയാണ് സംഭവം. ഇതുപോലെ പല മരങ്ങൾ നിൽക്കുന്ന ആളുകളുടെ ഉടമസ്ഥരുടെ അടുത്ത് നിന്ന് പറയാറുണ്ട്, ഇതേ ചേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നമാണ്, അതൊന്ന് മുറിച്ച് മാറ്റാൻ നല്ലതായിരിക്കും. പലരും അത് ഇടപെടാറുണ്ട്. ചില ആളുകളോട് നമുക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ, ചില ആളുകളോട് പറഞ്ഞ് നമ്മളോട് ഇങ്ങോട്ട് തെറി പറയും. എന്തായിരുന്നാലും ഇത് സ്വാഭാവികമായിട്ട് ഇത്തരം സ്ഥാപനങ്ങൾ തൊട്ടടുത്തുണ്ട്, വീടുകളുണ്ട് തൊട്ടപ്പുറത്ത്. ഇതിനൊക്കെ ഭീഷണിയായിട്ട് നിൽക്കുന്ന ഈ മരത്തിൻ്റെ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തണമെന്ന് വളരെ താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.